വിക്കിലീക്സിന്റെ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. താങ്കളുടെ മന്ത്രിസഭയിലിരിക്കുന്ന ഒരു മന്ത്രി മറ്റൊരു മന്ത്രിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വളച്ചു കിട്ടുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയെ പറ്റി MK മുനീർ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണുമല്ലോ. എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് അതിനോടൊരു പ്രതികരണം? എന്താ പ്രതികരിക്കേണ്ടത്? മുനീർ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രതികരിക്കണോ? മുനീർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ വിക്കിലീക്സിൽ ഇത് വന്നപ്പോൾ ഈ രേഖകൾ CPIM-നെ വല്ലാതെ ദോഷം ചെയ്യുന്ന രേഖകളാണത്. CPIM പോലും പറഞ്ഞിരിക്കുന്നത് അവർ ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന്. MK മുനീർ നുണ പറയുകയാണ്. ആ നുണയുടെ സംരക്ഷണം MK മുനീറിന് ഗുണം ചെയ്യും. ഉമ്മൻചാണ്ടി അതിന്റെ ഗുണഭോക്താവാകേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഏതായാലും ഇതുപോലുള്ള വിവാദങ്ങളിലൊന്നും ഞാനൊരു കക്ഷിയാകത്തില്ല. വേണു എത്ര വിചാരിച്ചാലും ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കത്തുമില്ല. PK കുഞ്ഞാലിക്കുട്ടിക്ക് തീവ്രവാദ ബന്ധമുള്ളൊരു നേതാവാണെന്ന തോന്നൽ താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഈ പറയുന്ന പോലെ ലീഗിലെ ഒരു വിഭാഗത്തിന് തീവ്രവാദ ബന്ധം, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അവരെ സംരക്ഷിക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ മുനീർ ഇപ്പോൾ പറയുകയും മുനീർ നിഷേധിക്കുകയും ചെയ്തപ്പോൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്ത ഒരധ്യായമല്ല, മുന്നേ കേൾക്കുന്നതാണ്. ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചോളട്ടെ. ഇപ്പോൾ കാസർഗോഡ് വെടിവെപ്പിലേക്ക് നയിച്ച സാഹചര്യം, അവിടെയും ലീഗ് പ്രവർത്തകർക്കിടയിലേക്ക് NDF നുഴഞ്ഞു കയറി ഒരുപക്ഷെ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടാകാമെന്ന് MK മുനീർ പറയുകയുണ്ടായിട്ടുണ്ട്. അത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അതിന് ജാഗ്രത പാലിച്ചിട്ടുണ്ടെന്ന് ലീഗ് നേതൃത്വവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ലീഗ് NDF ബന്ധം ഏതോ ഒരളവിൽ സുഗമമായി പോകുന്നുണ്ട്. അത് സാമൂഹ്യ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. താങ്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. വേണു ശ്രദ്ധിച്ചാൽ മതി. കാസർഗോഡ് വെടിവെപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, പ്രതികളാക്കപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ കമ്മീഷനോട് പറഞ്ഞ വിവരങ്ങൾ പ്രതികളാണെന്നതുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തും. പക്ഷേ ക്രൈംബ്രാഞ്ച് CID ഉൾപ്പെടെയുള്ളവർ പ്രതികളല്ലല്ലോ. അവർ പറഞ്ഞിട്ടുണ്ട് ഇത്തരമൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, അക്രമത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ആസൂത്രണം അവിടെ നടന്നിട്ടുണ്ട് എന്ന്. അത് ഗൗരവത്തോടെ പരിഗണിക്കപ്പെടേണ്ടതല്ലേ? എവിടുന്ന് കിട്ടിയ റിപ്പോർട്ടായത്? നിസാർ കമ്മീഷൻ റിപ്പോർട്ട്. എവിടെ? നിസാർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണിത്. CBI CID ഉൾപ്പെടെയുള്ളവർ അറിവില്ലായ്മ നടിക്കരുത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചയാള്. ശരി, അങ്ങനെയെങ്കിൽ താങ്കളുടെ മന്ത്രിസഭ എന്തിനാണ് അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിക്കൊടുത്തത് 6 മാസം? അല്ലേ, അതാണ്. ഇതൊക്കെ വിവാദങ്ങളാണ് നമുക്ക് ആവശ്യം. എന്റെ സംശയം, എനിക്ക് താങ്കൾ അധിപനായിരിക്കുന്ന ക്യാബിനറ്റ് എന്തിന് നിസാറിനെ 6 മാസം കൂടി കാലാവധി നീട്ടിക്കൊടുത്തു? എനിക്ക് വിവാദങ്ങളിൽ താല്പര്യമില്ല. നിങ്ങൾക്ക് വിവാദം മാത്രം മതി. നിസാറിന് എന്തുകൊണ്ട് കാലാവധി നീട്ടിക്കൊടുത്തു ശ്രീ ഉമ്മൻചാണ്ടി താങ്കളുടെ മന്ത്രിസഭ? എന്തിന് 6 മാസത്തേക്ക് നീട്ടിക്കൊടുത്തു കാലാവധി? ജുഡീഷ്യൽ കമ്മീഷൻ കാലാവധി. അവരുടെ റിപ്പോർട്ട് വരുന്നെങ്കിൽ തരട്ടെ എന്ന് വെച്ചു. റിപ്പോർട്ട് തരുന്നെങ്കിൽ തരട്ടെ എന്ന്. പക്ഷെ അതിന് മുന്നേ തന്നെ പിരിച്ചുവിട്ടു. ഇല്ലല്ല. അപ്പം അതിനകത്തപ്പം പിന്നെ രാഷ്ട്രീയമാണ് പിന്നെ നോക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ ഉമ്മൻചാണ്ടി, താങ്കൾ ഈ കാര്യം വളരെ അവ്യക്തതയോടെയാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിശദീകരിച്ചത്. എനിക്കൊരു റിപ്പോർട്ട് കിട്ടി, അതിന്റെ പേരിലാണ് നിസാർ കമ്മീഷനെ പിരിച്ചുവിടുന്നത്. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ പിരിച്ചുവിടാനായിട്ട് എവിടെ നിന്നുള്ള നിയമപരമായ റിപ്പോർട്ടാണ് താങ്കൾക്ക് കിട്ടിയത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എന്റെ ചാനലിൽ അടക്കം അതുണ്ട്. നിങ്ങൾ അതുകൂടെ കാണിച്ചു കൊടുക്കുക. ശരി ശ്രീ ഉമ്മൻചാണ്ടി, അങ്ങനെയെങ്കിൽ നമുക്ക് ആ രേഖകൾ പരിശോധിക്കുന്നതിന് മുൻപ് താങ്കൾ തന്നെ ജീവനോടെ മുന്നിലിരിക്കുകയാണല്ലോ, എന്തുകൊണ്ട് നിസാർ കമ്മീഷനെ പിരിച്ചു? എനിക്ക് ഇത് കൂടുതൽ പറയാനില്ല. നിസാർ കമ്മീഷനെ എന്തുകൊണ്ട് പിരിച്ചുവിട്ടു? ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞ കാര്യമേ ഉള്ളൂ. അത് പിന്നെ ഗവൺമെന്റ് പരിശോധിച്ചിട്ട് ആ കമ്മീഷന്റെ പ്രവർത്തനം തുടർന്നു പോകുന്നത് ആവശ്യമില്ല എന്ന് ബോധ്യമായി. അതുകൊണ്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ ആ അപ്പീൽ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. CBI അന്വേഷണം വേണ്ട അത്രയും ഗുരുതരമായിരുന്നു കാസർഗോഡ് വെടിവെപ്പ് എന്ന കാഴ്ചപ്പാട് എന്തുകൊണ്ട് താങ്കളുടെ മന്ത്രിസഭയ്ക്ക് എന്തുകൊണ്ടാണ് കാസർഗോഡ് വെടിവെപ്പ് CBI അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട് എന്ന നിലയിലുള്ള കാഴ്ചപ്പാടുള്ളത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവർ അപ്പീൽ പോയിരുന്നു. ആ അപ്പീൽ താങ്കളുടെ മന്ത്രിസഭ തീരുമാനിക്കുകയും പിൻവലിക്കുകയും ചെയ്ത് CBI അന്വേഷണം ഇപ്പോൾ പ്രാബല്യത്തിലേക്ക് വരികയാണ്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ താങ്കളുടെ മന്ത്രിസഭയുടെ തീരുമാനമാണത്. ഏത്? അപ്പീൽ പിൻവലിക്കാനുള്ള തീരുമാനം. നിസാർ കമ്മീഷനെ പിരിച്ചുവിടുന്നു, അപ്പീൽ പിൻവലിക്കുന്നു ഹൈക്കോടതിയിലെ. അതിന്റെ ഭാഗമായി CBI അന്വേഷണം വരാൻ പോവുകയാണ്. ഇത്ര ഗുരുതരമായിരുന്നു കാസർഗോഡ് ആ സംഭവങ്ങളെന്ന് താങ്കളുടെ മന്ത്രിസഭ കരുതുന്നതുകൊണ്ടാണോ അത്? അല്ല, അന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ പിന്നെ വേണ്ട എന്ന് വെക്കാനുണ്ടായ സാഹചര്യം ഒന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ സാമൂഹ്യ അരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ സമുദായ മൈത്രിയെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകുന്നതാണ്. നാം ഗൗരവത്തോടെ അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ്. അത് വേണുവിന്റെ അഭിപ്രായമാണ്. MK മുനീർ നിഷേധിക്കാത്ത കാര്യമുണ്ട് ഇതിനകത്ത്. MK മുനീർ നിഷേധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. NDF എന്ന സംഘടന ഇവിടെ സിമി പോലെയുള്ള പണ്ട് തീവ്രവാദ സ്വഭാവം ഉണ്ടായിരുന്നവർ പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ ചെറുതും വലുതുമായ സ്ഫോടനങ്ങൾ നടത്തുന്നു. അൽഖയ്ദയുമായൊന്നും ബന്ധമുണ്ടാവില്ല, പക്ഷെ സംസ്ഥാനത്തിനകത്തും പുറത്തും അവർ സ്ഫോടന പരമ്പര ഉണ്ടാക്കുന്നു തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. അതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ CBI അന്വേഷണം. അതല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പം വേണുവിന് കുറെ വിവാദങ്ങൾ വേണം, അതിനെന്നെ കിട്ടത്തില്ല. വളരെ വ്യക്തമാണ്.
മാറാട് കലാപവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ എന്തായാലും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, കഴിഞ്ഞ സർക്കാർ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടരുകയാണ് വികസന സംരംഭങ്ങളിലെ താങ്കളുടെ മന്ത്രിസഭയുടെ പ്രവർത്തന രീതിയെന്ന്. 6 തവണയാണ് കേന്ദ്ര സർക്കാരിന് മാറാട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് LDF സർക്കാർ കത്തയച്ചത്. ഈ സർക്കാർ ആ വിഷയത്തിൽ എന്ത് തുടർ നടപടി കൈക്കൊള്ളും? അതെനിക്ക് പരിശോധിക്കാതെ പറയാനൊക്കത്തില്ല. ഇപ്പോ കാസർഗോഡിന്റെ കാര്യത്തിൽ CBI അന്വേഷണം തന്നെ വേണം, അതാണ് അഭികാമ്യമെന്ന നിലപാടെടുത്ത സർക്കാരാണ് താങ്കളുടേത്. മാറാടിന്റെ കാര്യത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിക്ക് നന്നായി അറിയുന്ന വിഷയമാണത്. ഇതൊക്കെ വേണു സ്വന്തമായിട്ട് പറയുന്നതിന് എനിക്കതിനകത്തൊന്നും ഒരു പങ്കില്ല. 100 ദിന പരിപാടിയെക്കുറിച്ച് ഉള്ള ചർച്ചയ്ക്കെന്ന് പറഞ്ഞാണ് വന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കുറെ പുതിയ വിവാദങ്ങൾ വേണം, അത് നിന്നെ കിട്ടത്തില്ല, അതേ ഉള്ളൂ. ഇനി കഴിഞ്ഞില്ല ശ്രീ ഉമ്മൻചാണ്ടി, ചോദ്യം അവസാനിച്ചിട്ടില്ല. ഈ അഭിമുഖം പൂർത്തിയാക്കാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടുത്ത പരിപാടികളിലേക്ക് പോവുകയാണ്. വളരെ നന്ദി ശ്രീ ഉമ്മൻചാണ്ടി.